കല്യാണിക്ക് ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ അവസാനം കേരളം കരഞ്ഞുപോയി. ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അങ്കലവാടിയിൽ നിന്നു അമ്മ വിളിച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ആംബുലൻസിൽ സംഭവസ്ഥലത്തു നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. തിരുവാങ്കുളത്ത് കാണാതായ 3 വയസ്സുകാരിക്കായി കനത്ത മഴയെയും ഇരുട്ടിനെയും അവഗണിച്ച് തിരച്ചിൽ കഴിഞ്ഞ ദിവസം തുടർന്നിരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ തുടക്കത്തിൽ നൽകിയിരുന്നത്. അമ്മക്ക് മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്ന തരത്തിൽ സൂചനകൾ ബന്ധുക്കൾ നൽകിയിരുന്നു. എന്നാൽ അമ്മ പറയുന്നത് അവൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായ ദേഷ്യം പിടിക്കുന്ന ആളാണെന്നും ദേഷ്യം പിടിച്ചാൽ ഭ്രാന്തിയെ പോലെ പെരുമാറാറുണ്ട് ും അമ്മ പറയുന്നു. ഭർത്താവുമായി നല്ല രസത്തിലല്ലെന്നും ആ പ്രശ്നങ്ങൾ അവളെ വല്ലാതെ അലട്ടിയിരുന്നെന്നും കൂട്ടിച്ചേർത്തു. മുഴിക്കുളം പാലത്തിന് മധ്യഭാഗത്ത് വെച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത്. ഇവർക്ക് കല്യാണിയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നതായി കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ ബന്ധുക്കൾ വിശദമാക്കിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിനെതിരായ ക്രൂരത ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തിരച്ചിലിന് ഇറങ്ങുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാത്രി വൈകിയുള്ള തിരച്ചിൽ നടത്താറില്ലെങ്കിലും കാണാതായ പിഞ്ചു കുഞ്ഞായതിനാൽ തന്നെ പോലീസും നാട്ടുകാരും കനത്ത മഴയും ഇരുട്ടും അവഗണിച്ച് തിരച്ചിൽ തുടർന്നിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ് എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായത്. തിരുവാങ്കുളത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് അമ്മയുടെ ഒപ്പം യാത്ര ചെയ്ത മറ്റക്കുഴി സ്വദേശിയായ കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയെ കാണാതായത്. കുട്ടി അങ്കണവാടിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് അമ്മക്കൊപ്പം യാത്ര ചെയ്തത്. യാത്രക്കിടെ ബസ്സിൽ നിന്നാണ് കുട്ടിയെ കാണാതായതെന്നാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ഉൾപ്പെടെയുള്ള പോലീസ് പരിശോധനയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക അന്വേഷണം നടത്തിയിരുന്നു. ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിക്കായി നടത്തിയത് അസാധാരണ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ്. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ. ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് തിരുവാങ്കുളത്ത് നിന്നും അമ്മയുടെക്കൊപ്പം പോയ 3 വയസ്സുകാരിയെ കാണാതായത്. എന്തായാലും വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിന് ബസ്സിൽ വെച്ച് മകളെ നഷ്ടമായെന്നും പിന്നീട് മകളെ അവിടെ വെച്ച് കാണാതായി എന്നുമുള്ള പ്രതികരണങ്ങൾ കല്യാണിയുടെ അമ്മ സന്ധ്യ നടത്തിയിരുന്നു. പിന്നീട് ചെങ്ങനാട് പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിലാണ് മുഴിക്കുളം ഭാഗത്ത് പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി വിശദമായ വിവരം ലഭിച്ചത്. അതേസമയം അമ്മ തന്നെയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നടക്കമുള്ള വിശദീകരണവും വന്നിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ സാധാരണഗതിയിലുള്ള പ്രോട്ടോക്കോളുകൾ മറികടന്നായിരുന്നു കല്യാണിക്കായി നടത്തിയ തിരച്ചിൽ. സംഭവസ്ഥലത്ത് സന്ധ്യയെ എത്തിച്ച ഇവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തായി തിരച്ചിൽ നടത്തുകയായിരുന്നു. 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ മുഴക്കുളം പാലത്തിനടിയിൽ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലുവയിലെ സ്കൂബ ടീമാണ് അറിയിച്ചത്. വെള്ളത്തിനടിയിൽ തടികൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. സന്ധ്യ കല്യാണിയെ കൂടാതെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് കുഞ്ഞിനെ കാണാതായ വിവരം വന്നത്. തിരച്ചിൽ പുരോഗമിക്കുന്ന സമയത്ത് കല്യാണിയുടെ പിതാവ് മുഴക്കുളത്ത് എത്തിയിരുന്നു. ഭർത്താവും ഭാര്യയും സംസാരിക്കുമ്പോൾ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു.